പപ്പയ്ക്ക് എത്ര ദിവസം ലീവ് കിട്ടും? ലീവ് നോക്കുന്നില്ല. യു നോ വാട്ട്, പപ്പേനെ ഞാൻ ഇനി എങ്ങോട്ടും വിടുന്നില്ല. വി ആർ ഗോയിങ് ടു അവർ നേറ്റീവ് നെക്സ്റ്റ് വീക്ക്, അപ്പാപ്പനെ കാണാൻ. പിന്നെ ഇപ്രാവശ്യം എന്തായാലും ഏഞ്ചലിനെ കാണാൻ പോകും. ഹലോ. Tell me. ആനിനോട് ഇതേപ്പറ്റി സംസാരിച്ചോ? ഇല്ല. ഓർത്തോളൂ, എന്തെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് ഇതേപ്പറ്റി അവളോട് സംസാരിക്കേണ്ടി വരും. കല്യാണമൊക്കെ കഴിഞ്ഞ് കുഞ്ഞൊക്കെ ആയതിനു ശേഷം എല്ലാം വിട്ടെറിഞ്ഞ് റെഡ് ക്രോസിന്റെ റെഫ്യൂജി ക്യാമ്പ് എന്നും പറഞ്ഞ് ജോലിക്ക് പോകേണ്ട ആവശ്യം റോയ്ക്കുണ്ടോ? ആസ് എ മ്യൂച്വൽ ഫ്രണ്ട് ഐ എം ടെല്ലിങ് യു, ഗിവ് ഇറ്റ് എ സെക്കൻഡ് ചാൻസ്. എല്ലാം എൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നു. ഐ ഷുഡൻറ്റ് ഹാവ് ഗോട്ട് മാരിഡ് ഇൻ ദ ഫസ്റ്റ് പ്ലേസ്. ആൻഡ് മോറോവർ വി ഹാവ് ലോസ്റ്റ് ദാറ്റ് ബോണ്ട്. ചേച്ചി, ഇതുപോലെ ഞാനും സോഷ്യൽ സർവീസ് എന്ന് പറഞ്ഞ് എങ്ങോട്ടെങ്കിലും പോയാൽ ആൻ്റെ കാര്യം പിന്നെ ആര് നോക്കും? ഇതിപ്പോ ഞാൻ കുട്ടിയെ നോക്കുന്ന ഉറപ്പുള്ളതുകൊണ്ടല്ലേ റോയ് ഇങ്ങനെ ചരട് പൊട്ടിയ പട്ടം പോലെ നടക്കുന്നത്. മോളെ മാത്രം സ്നേഹിക്കുന്ന ഒരു അച്ഛനെ അല്ല എനിക്ക് ആവശ്യം. ഐ നീഡ് എ ഫാമിലി. ആനിന് നിങ്ങളുടെ തീരുമാനം കൊണ്ടുണ്ടാവുന്ന നഷ്ടത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ നഷ്ടത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. വാട്ട് എവർ, മൈ ജോബ് ഇസ് ടു ഗെറ്റ് യു ഡിവോഴ്സ്. അഗെയിൻ യു തിങ്ക്. Bye. Papa. 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 Hey, sweetheart. How was your day? Amazing. Papa, നമുക്ക് പുറത്തു പോവാം. ആദ്യം ബോട്ടിംഗ്, പിന്നെ PVR 3D. പിന്നെ ഞാൻ നാളെ സ്കൂളിൽ പോകൂല. ഇൻസ്റ്റെഡ് നമുക്ക് ഇപ്രാവശ്യം ഏഞ്ചലിനെ കാണാൻ പോവാം. പിന്നെ മോളു പപ്പയ്ക്ക് ഇപ്പൊ തന്നെ പോണം. പപ്പയുടെ വണ്ടി വന്നു. ആൻ, മോളു വെയിറ്റ് പ്ലീസ്, ലിസൺ ടു മീ. റോയെ ഇനി ഞാൻ ഒന്നിനും നിർബന്ധിക്കില്ല. യു ക്യാൻ ബി എ ഫ്രീ ബേർഡ്. പക്ഷെ പറ്റുമെങ്കിൽ അവളുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം. ഡിവോഴ്സിന് വേണ്ടി മാത്രം വിളിച്ച് വരുത്തിയതെന്ന് കരുതരുത്. എല്ലാം വളരെ പെട്ടെന്നാകുന്നതാണ് നല്ലത്. കുട്ടികളല്ലേ, വേഗം മറന്നോളൂ. നിങ്ങൾ സർക്കാരിനോട് പോയി പരാതി പറയാവേ. ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ടവർ വെള്ളം അടിക്കുന്ന ബാറുകളൊക്കെ സർക്കാർ പൂട്ടിയില്ലയോ? ബേബി ഞാൻ ഇറങ്ങുവാന്നേ. സാറടിച്ചോ? വളരെ നിന്നെ കാണാതിരുന്ന കാറ് ചുമക്കുന്നു. നിന്നെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോടാ. നീ അല്ലേടാ രാവിലെ ഫോണും ചോദിച്ചോണ്ട് വന്ന അല്ലേ? നിന്നോട് ഞാൻ മലയാളത്തിലല്ലോടാ രാവിലെ പറഞ്ഞ തരത്തില്ല എന്ന്. അല്ല സാറേ, മിണ്ടരുത്, പോടാ. സാർ ഇവിടെ വാ. നിനക്ക് ഈ വണ്ടി ഓടിക്കാൻ അറിയോ? നീ ഇത് കരുതുന്ന പോലെ സാധാരണ വണ്ടിയല്ല. ഓടിക്കോ? ഞാൻ ഓടിക്കാം സാർ. എന്നാ നീ ബേബി ഞാനൊന്ന് വീട്ടിൽ കൊണ്ടാക്കാം.
അതിനിപ്പോൾ അധികം ചർച്ചിക്കാനൊന്നും നിൽക്കണ്ട. ഞാൻ പറയുന്ന വിലയ്ക്കാണെങ്കിൽ നാളെ ഞാൻ കാശുമായിട്ട് അങ്ങോട്ട് വരും. അതല്ല എങ്കിൽ നീ ഇങ്ങോട്ട് വിളിക്കണ്ട, വെച്ചിട്ട് പോവും. ഡവേ, നീ കാറൊന്നും നിർത്തിയിട്ടേ ആ ഡിക്കിയിലൊരു ഒരു ഒരു ആധാരക്കെട്ടിരിപ്പുണ്ട്, അതിങ്ങോട്ട് എടുത്തുണ്ടോ. അതിലേറ്റവും പുതിയത് കേട്ടോ. കിട്ടിയോ? ദാ ഇത് ബേബി സാറേ, ബേബി സാറേ, സാർ വീടെത്തി. വീടെത്തിന്ന്. ആരെ? ബേബി സാറിൻ്റെ. എൻ്റെ ഫോൺ എവിടെ? ഒന്ന് വാങ്ങിപ്പോയി. അല്ലടാ, നീ ആധാരം എടുത്തപ്പം അതിനകത്തിരുന്ന് പൈസ കണ്ടില്ലേ? കണ്ടു. നിന്നെപ്പറ്റി ഞാൻ അങ്ങനെയൊന്നും അല്ലല്ലോ കേട്ടത്. പഴയ പണിയൊക്കെ നിർത്തി ജോലി ചെയ്ത് ജീവിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. നന്നാവാൻ തീരുമാനിച്ചു. അതങ്ങനെ ജീവിതത്തിൽ നന്നാവാൻ തീരുമാനിച്ച പിന്നെ നല്ലതേ വരും. ഇത് വെച്ചോ, വെച്ചോടാവേ. നന്നാവാൻ തീരുമാനിച്ച സ്ഥിതിക്ക് വേണമെങ്കിൽ എൻ്റെ ഡ്രൈവറായിട്ട് കൂടിക്കോടാവേ. ഓ, കാലത്ത് വിശ്വസിക്കാവുന്നവരെ കിട്ടാൻ പ്രയാസമാ. അപ്പം നാളെ പോലെ നീ വാ, ചെല്ല്. ശരി സാർ. അച്ഛായ, വണ്ടിക്കകത്തുള്ള കാശും ഡോക്യുമെന്റും അതൊക്കെ അവിടെ ഇരുന്നോളും. ഇത് ബേബിയുടെ വീടാ. മേരിയേ, ബേബി ഞാൻ എത്തിയടി.